പാഠം 594. ആധുനിക കാലത്തെ ഭാര്യമാർ. കേരളത്തിൽ വിവാഹമോചന നിരക്ക് അപകടകരമാം രീതിയിൽ കൂടുന്നു. കേരളത്തിലെ വിവാഹമോചന നിരക്ക് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ വൻതോതിൽ കൂടിയെന്ന് ചില സർവേകൾ സൂചിപ്പിക്കുന്നു. വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ ഇടയിലാണ് വിവാഹമോചന നിരക്ക് കൂടി വരുന്നത്. ഇത് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നാടിന്റെ പോക്ക് അപകടത്തിലേക്കാണെന്ന് വിവരമുള്ളവർ പറയുമ്പോ ആരും വകവയ്ക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെന്താണ് രാവിലെ പത്രത്തിലേക്ക് നോക്കിയൊരു ആത്മകഥം? ഇതുകൊണ്ട് ഭാമേ, കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ വിവാഹമോചന നിരക്ക് കുത്തനെ കൂടിയെന്ന്. വിദ്യാഭ്യാസവും ജോലിയുമുള്ള സ്ത്രീകളുടെ ഇടയിലാണ് വിവാഹമോചന നിരക്ക് കൂടുന്നത് എന്ന്. സ്വാഭാവികമായിട്ട് അത് അങ്ങനെയല്ലേ വരും മോനട്ടാ. മോഹനട്ടാ, പെണ്ണുങ്ങൾക്ക് വിവരമില്ലാതിരുന്ന കാലത്ത് ആണുങ്ങൾ പറയുന്നതെല്ലാം അവര് വെള്ളം തൊടാതെ വിഴുങ്ങുമായിരുന്നു. അതുപോലെ സ്വന്തമായി ജോലിയോ വരുമാനമോ ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് ഭർത്താവ് എന്ത് അന്യായം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വകവെച്ചു കൊടുക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. കാലം മാറിയില്ലേ. പെണ്ണുങ്ങൾ പഠിച്ചപ്പോൾ വിവരമുണ്ടായി, ജോലിയും വരുമാനമായപ്പോൾ ആണുങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടും മാറി. സ്വാഭാവികമായിട്ടും അപ്പൊ വിവാഹമോചനം കൂടില്ലേ? നീ പറയുന്ന കേട്ടാ വിവാഹമോചനം കൂടുന്നത് നല്ലതാണെന്ന് തോന്നുമല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ ഇളകുന്ന കാര്യമാണത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴല്ലേ അവർ തമ്മിൽ പിരിഞ്ഞു പോകുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അവർ പിരിയുന്നല്ലേ മോനേട്ടാ നല്ലത്? പരസ്പരം ഇഷ്ടമില്ലാതെ സമൂഹത്തെ പേടിച്ച് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആർക്കാ ഗുണം? നീ ഇതേ പറയൂ. നീ ഒരു വക്കീലാണല്ലോ. വിവാഹമോചനം കൂടിയാലല്ലേ നിനക്കൊക്കെ കേസ് കിട്ടൂ. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ആകെ വാദിച്ചിട്ടുള്ളത് 2 വിവാഹമോചന കേസാ. എനിക്ക് കേസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. പണ്ടും പല വീട്ടിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഗതികേട് കൊണ്ട് അവർ ഭർത്താക്കന്മാരുടെ മുഷ്ടിയെല്ലാം സഹിച്ചു കൊടുത്തു. ഇനി അതെന്തായാലും നടക്കില്ല. വിദ്യാഭ്യാസവും ജോലിയുമുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താവ് പറയുന്ന തോന്നിയാസങ്ങളൊക്കെ വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഭാര്യയോട് മാന്യമായി പെരുമാറാൻ അറിയാത്ത ആണുങ്ങളെ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചാൽ മതി. പഴയതുപോലെ വിരട്ടെക്കൂടെ നിർത്താമെന്ന് ഒരു യോഗ്യനും കരുതണ്ട. അതവൾ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണല്ലോ. ഹലോ, ആ ഉണ്ട്, ഒരു മിനിറ്റ് കൊടുക്കാം. മോഹനേട്ടാ, ആരാണ്? പറഞ്ഞില്ല. ഹലോ. ആഹാ, സോമൻ സാറോ? എന്തുണ്ട് സാർ വിശേഷം? അതെന്താ? കൈവശാവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സാറ് കൊടുത്തുവിട്ടാ മതി. ഒരു 3 ദിവസം എടുക്കും, അതാണ് ചട്ടം. ശരി സാർ. ആരാണ് വിളിച്ചത് എന്ന് മനസ്സിലായ? എന്നെ വിളിച്ചത് ആരാണെന്നറിയാമോ? അറിയില്ല എന്ന് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ സോമൻ സാർ. വൈദ്യുതി വകുപ്പിൽ ഇത്രയും സത്യസന്ധനായ വേറൊരു ഉദ്യോഗസ്ഥനുമില്ല. എല്ലാവർക്കും സാറിന് വലിയ ബഹുമാനമാണ്. ഞാനും ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായതുകൊണ്ട് സാറിന് എന്നെ വലിയ ഇഷ്ടമാണ്. സാറ് പുതുതായിട്ട് വാങ്ങിയ ഭൂമി അളന്നു കൊടുക്കാമോ എന്ന് കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. വലിയ ഉദ്യോഗസ്ഥനല്ലേ. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പോയി അളന്നു കൊടുത്തു. ഇപ്പൊ എന്തിനാണ് വിളിച്ചത്? അളവ് തെറ്റിന്ന് പറയാനാ? അല്ല, മോഹനകൃഷ്ണൻ അളന്നാൽ അളന്നതാണ്. എന്റെ ഒരു കണക്കൂട്ടിലും തെറ്റില്ല. ഇപ്പൊ സോമൻ സാർ വിളിച്ചത് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ്. ആയിരിക്കുമല്ലോ. വില്ലേജ് ഓഫീസർ ആളുകൾ വിളിക്കുന്നത് അതിനൊക്കെയല്ലേ? തന്റെ ശബ്ദത്തിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഭർത്താവിന് ബഹുമാനമില്ലാത്ത അഹങ്കാരിയായ ഒരു ഭാര്യയിൽ നിന്ന് ഇത് മാത്രമേ പ്രതീക്ഷിക്കാവൂന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ചു മുമ്പ് പത്രത്തിൽ കണ്ടത് വാസ്തവമാണ്.
പഠിച്ച് ഒരു ജോലി കിട്ടി കഴിയുമ്പോ സ്ത്രീകൾക്ക് ആണുങ്ങളോട് ബഹുമാനമില്ലാതാകുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നീ. ഞാൻ എന്ത് അഹങ്കാരം കാണിച്ചത് ഇപ്പൊ മോഹനോട് പറയണേ? ഭാമേ, സോമൻ സാറിന്റെ ഭാര്യ ഉണ്ണിമായ, നീയൊക്കെ അവരെ കണ്ട് പഠിക്കണം. അവർക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം. എങ്കിലെന്താ, എന്തൊരു മാന്യമായ പെരുമാറ്റം, എന്ത് അന്തസ്സായ സംസാരം. ഞാൻ ആ വീട്ടിൽ ചെന്ന ദിവസം ഞാൻ ശ്രദ്ധിച്ചതാ. അവർക്ക് സോമൻ സാർ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവം. ഭാര്യമാരായാൽ അങ്ങനെ വേണം. ഭർത്താവിനെ ദൈവത്തിനെ പോലെ കണ്ടാൽ പിന്നെ ദൈവത്തിന് എങ്ങനെ കാണും മോനോട്ടോ? വീണ്ടും ധിക്കാരം. ഇങ്ങനെയാണോ അടക്കോ ഒതുക്കമുള്ള പെണ്ണുങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും അഹങ്കാരിയായ ഒരു സ്ത്രീയാണ് നീ. ജീവിതത്തിൽ വേറെ എത്ര സ്ത്രീകളെ കണ്ടിട്ടുണ്ട്? എത്ര പേരെ? ഓ, ഞാൻ പറഞ്ഞല്ലോ സോമസാറിന്റെ വീട്ടിലെ കാര്യം. ഉണ്ണിമായ എന്ത് ബഹുമാനത്തോടാണ് സാറിനോട് സംസാരിക്കുന്നത്. സാറിന്റെ മുന്നിൽ അവരൊന്ന് ഇരിക്കുക പോലുമില്ല. സാർ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു തർക്കവുമില്ലാതെ അങ്ങ് അനുസരിച്ചോളൂ. അതിനെന്തിനാണ് ഒരു ഭാര്യ? ഒരു വേലക്കാരി വെച്ച പോരെ? വീണ്ടും ധിക്കാരം. എന്നോട് തർക്കുത്തരം പറയാൻ വേണ്ടിയാണല്ലോ നീ ജീവിക്കുന്നത് തന്നെ. എന്റെ ആഫീസിലെ കാഞ്ചന, പ്രഹ്ലാദൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവന. സ്വയം പ്രഭയ്ക്കും ആളുകൾ വളരെയധികം ബഹുമാനമാണ്. സ്ത്രീകൾ അങ്ങനെയൊക്കെ ആയിരിക്കണം. മോഹനേട്ടാ, ഞാൻ മോഹനേട്ടനോട് ഒരു ബഹുമാനക്കുറവും കാണിക്കാം. പിന്നെ മോഹനേട്ടൻ എന്തെങ്കിലും പറയുമ്പോ അടിയൻ എന്ന് പറഞ്ഞ് നിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ല. നിന്റെ സംസാരം മുഴുവൻ അഹങ്കാരമാണ്. നിന്നെ പോലുള്ള അഹങ്കാരികളായ പെണ്ണുങ്ങൾ കാരണമാണ് നാട്ടിൽ വിവാഹമോചനം ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ഞാനൊരു സമാധാനകാംക്ഷ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബന്ധം ഇങ്ങനെ നിൽക്കുന്നത്. അയ്യടാ, ആ സമാധാനകാംക്ഷയുടെ മുഖം കണ്ട് അയ്യ, ശ്രീബുദ്ധനും യേശുക്രിസ്തുവും മഹാത്മാഗാന്ധിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോഹനകൃഷ്ണനാണ് ഏറ്റവും വലിയ സമാധാനകാംക്ഷി. അതെ, ഞാനൊരു കാര്യം പറയുമ്പോ അത് പൊങ്ങച്ചമാണെന്ന് കരുതല്ലേ. ഞാൻ മോഹനേട്ടനെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ വഴിയാധാരമായി പോകുമല്ലോ എന്നുള്ള സഹതാപം കൊണ്ട് മാത്രമാണ് ഞാൻ വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കാതിരിക്കുന്നത്. അത് എന്റെ ദൗർബല്യമായിട്ട് കാണല്ലേ. പേടിപ്പിക്കാണോ? ഭാമേ, ഞാൻ നാട് മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു കാര്യത്തിനും എനിക്ക് നിന്റെ സഹായം വേണ്ട, സഹതാപം വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. മോഹനോട് പോയി കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ ഈ ഷർട്ട് മുണ്ടൊക്കെ തേച്ചു വെച്ചേക്കാം. അതെടുത്തിട്ട് മിടുക്കനായി വില്ലേജ് ഓഫീസിൽ പോയി ബാക്കിയുള്ളവരെ കൂടെ മര്യാദ പഠിപ്പിക്കൂ. പിന്നെയും അഹങ്കാരം. ഒരു ജോലി ഉള്ളത് കൊണ്ടും കുറെ പൈസ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ അഹങ്കാരം എന്ന് എനിക്കറിയാം. പക്ഷെ ഒരുപാട് നാളൊന്നും നീ അഹങ്കാരം കാണിക്കില്ല. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം. എങ്ങനെ? കാണിച്ചുതരാം. നാട്ടിലെ മറ്റു സ്ത്രീകളെ പോലെ എന്നെ അനുസരിച്ച് എന്നോട് ബഹുമാനം കാണിച്ച് നീ ഇവിടെ കഴിയേണ്ടി വരും. സോമൻ സാറിനോട് ഉണ്ണിമായ പെരുമാറുന്നത് പോലെ നിന്നെ കൊണ്ടും ഞാൻ അനുസരിപ്പിക്കും. നോക്കൂ, അത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഒരു പ്രയാസമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നെ പോലെ ധിക്കാരിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. പക്ഷെ എത്ര ധിക്കാരിയാണെങ്കിലും മോഹനകൃഷ്ണന് പുല്ലാണ്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ ശിശുപാലൻ ചേട്ടാ. ഞാൻ സഹിച്ച് മടുത്തു. ഒടുവിൽ ചെയ്തു പോയതാ. എന്നാലും ഇത് കുറച്ച് അക്രമമായി പോയി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? പ്രഹ്ലാദൻ ചേട്ടൻ പുറത്താരോടും ഒന്നും പറയില്ല. ഇനിയിപ്പോ പറഞ്ഞാലും നാണക്കേട് എനിക്കല്ലല്ലോ. ഇനിയിപ്പോ ഈ കഥ ഇവിടെയുള്ള ആരോടും പറയണ്ട. 100 പേര് കയറി ഇറങ്ങുന്ന ഓഫീസാ. വെറുതെ കാഞ്ചന സാറായിട്ട് വഴക്ക് നോക്കണ്ടല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല സാർ. വില്ലേജ് ഓഫീസിൽ വരുന്നവർ കേൾക്കാൻ പാടില്ലാത്ത എന്തോ വലിയ രഹസ്യമാണല്ലോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാഞ്ചന സാറ് വീട്ടിൽ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു.
കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ലെങ്കിൽ മനസ്സമാനം ഉണ്ടാവുമോ സാർ? പ്രഹ്ലാദം വലിയ ദേഷ്യക്കാരനാ. അതുകൊണ്ട് കാഞ്ചനയും പ്രഹ്ലാദനും തമ്മിൽ ഇന്നലെ ഒരു ചെറിയ കശപിശ ഉണ്ടായി, അത്രേ ഉള്ളൂ. അത്ര അല്ല സാർ. മോഹനേഷ സാറിനോട് പറയാതിരുന്നിട്ട് എന്താ കാര്യം? എന്റെ സാറേ, പ്രഹ്ലാദൻ ചേട്ടന് ഒരു പ്രത്യേക ടൈപ്പാ. വീട്ടിലെ ഒരു ജോലിയിലും സഹായിക്കില്ല. രാവിലെ എഴുന്നേറ്റ പത്രം എടുത്തു വെച്ചോണ്ടിരിക്കും. ചായ 1 മിനിറ്റ് വൈകിയാൽ അതിന് വഴക്ക്. ഷർട്ടും പേന്റ് അലക്കി തേച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ യുദ്ധം. കിട്ടുന്ന ശമ്പളം മുഴുവൻ സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കും. അതൊക്കെ പോട്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ദേഷ്യം വരുമ്പോ ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞോണ്ട് വരും. എന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നതാ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നെ പറഞ്ഞാൽ മതിയെന്ന്. ഇന്ന് രാവിലെ ചായയിൽ പഞ്ചസാര കൂടിയെന്നും പറഞ്ഞ് എന്നോട് വഴക്കിന് വന്നു. ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഴക്ക് പറഞ്ഞു പതിവ് പോലെ എന്റെ വീട്ടുകാരെ പറ്റിയായി. എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയതിന്റെ ദോഷാണെന്ന് പറഞ്ഞു. ചായയിൽ ഇത്തിരി പഞ്ചസാര കൂടിയതിന്റെ പേരില ഈ ബഹളം ഒന്ന് ഓർക്കണം. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്ന പിന്നെ ഞാനും പെശക സാറേ. കയ്യിലിരുന്ന് ചപ്പാത്തി കോലുകൊണ്ട് ഒറ്റ ഏറ് കൊടുത്തു. പക്ഷെ ഏറ് കൊണ്ടത് കൃത്യം എന്താ ഇവിടെ ചോര പ്രളയം. പിന്നെ ഞാൻ തന്നെ സ്കൂട്ടറിന്റെ പുറകെ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. 2 സ്റ്റിച്ചുണ്ട്. സംഭവം പുറത്തറിഞ്ഞ നാണക്കേടായതുകൊണ്ട് ആരോടും പറയരുതെന്ന് ഞാൻ പറയായിരുന്നു. എനിക്ക് ഒരു നാണക്കേടും ഇല്ല. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി മേലിൽ എന്റെ അച്ഛനെ പറ്റി മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ ചെലവെടുത്തായിരിക്കും ഏറ്. അത് ഞാൻ പ്രഹ്ലാദേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഭാര്യ ഉപദ്രവിച്ചാൽ അത് ഗാർഹിക പീഡനമാ, ജാമ്യം പോലും കിട്ടില്ല. പക്ഷെ ഭാര്യ ഭർത്താവിനെ കൈവച്ചാൽ അത് വെറും പെറ്റി കേസാ. അത് ഓർത്താ പ്രഹ്ലാദൻ ചേട്ടന് കൊള്ളാം. സ്വയംപ്രഭ എവിടെ? വന്നില്ല, വരേണ്ട സമയം കഴിഞ്ഞു സാർ. വരുമ്പോ എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞാൽ മതി. ആ, ഞാനൊരു ചായ കുടിച്ചിട്ട് ഇപ്പൊ വരാം. സാറ് ജോലി തുടങ്ങിയോ? ഈ ഫയലൊന്ന് തീർത്ത് വെക്കണം. പ്രൊഫസർ എന്താ താമസിച്ചേ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ശിശുപാലൻ ചേട്ടാ. മോഹൻ സാർ വന്നോ? വന്നു. പ്രൊഫസറിനെ കാണാത്തതിന്റെ ദേഷ്യത്തിലാ സാറ്. സാറിനെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞു. റെസ്റ്റ് ആവോ? ചെല്ല്, കടുവ തിരുപ്പുണ്ട്. സാർ, സോറി സാർ, ഞാനൊരല്പം താമസിച്ചു പോയി. അമ്മയ്ക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് വീട്ടുജോലി മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വന്നു. ഇനി അത് ആവർത്തിക്കില്ല സാർ. സ്വയംപ്രഭയുടെ കല്യാണം ഉടനെ ഉണ്ടോ? 6-7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സാർ. അതിനുമുമ്പേ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് ജോലി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. അപ്പോ അയാൾക്ക് രാവിലെ ആഫീസിൽ പോണ്ടി വരില്ലേ? ഉവ്വ്. അങ്ങനെ പോകുമ്പോ അയാൾക്ക് സ്വയംപ്രഭയെ വീട്ടുജോലിയിൽ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അതെന്താ സാർ? എനിക്കും രാവിലെ ജോലിക്ക് വരാനുള്ളതല്ലേ. രാവിലെ ജോലിക്ക് പോകുന്ന എനിക്ക് ജോലി ചെയ്യാമെങ്കിൽ പുള്ളിക്കാരനും ആവാം. പുള്ളിക്കാരനത് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും സാർ. കല്യാണം തീരുമാനിക്കുന്ന മുമ്പ് കാര്യത്തിൽ ഞാൻ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. എല്ലാ ജോലിയിലും എന്നെ സഹായിക്കുമെങ്കിൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ എന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരെ സമ്മതിക്കുകയും ചെയ്തു. അല്ലെങ്കിലും ആള് സ്നേഹമുള്ളവനാ. ഭാര്യയെ കൊണ്ട് സകല ജോലിയും ചെയ്യിക്കുന്നത് ശരിയല്ല എന്ന് പുള്ളിക്കാരനറിയാം.
ജോലി ചെയ്യാൻ കൂടാമെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോ അത് ചെയ്തില്ലെങ്കിലോ? എങ്കി എന്റെ തനി സ്വഭാവം കക്ഷി അറിയും. ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. പെണ്ണുങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ? ഒരാണിന്റെ കൂട്ടില്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ സാർ. കുടുംബം രണ്ടുപേർക്കും വേണമെങ്കിൽ മതി. അല്ലാതെ പെണ്ണുങ്ങളെല്ലാം സഹിക്കുകയും ആണുങ്ങൾ ഭരിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നടക്കില്ല. എന്നോടാ സ്വഭാവം കാണിച്ച ഡൈവേഴ്സ് നോട്ടീസ് കൈ കിട്ടുമ്പോഴേ കാര്യം മനസ്സിലാവും. അങ്ങനെയല്ലേ സാറേ വേണ്ടത്? ആയിരിക്കും. ആ സ്വയംപ്രഭ പോയി ഒപ്പിട്ട് ജോലി തുടങ്ങിക്കോ. ശരി സാർ. എന്റെ അമ്മോ, ഹലോ, ആ അതെ ഉത്തമനാണ്. ആ ജോസഫ് സാറെ വിവരമൊക്കെ അറിഞ്ഞല്ലേ സാറേ? അത് നമ്മള് വിചാരിച്ചാലും വലിയ പ്രശ്നമാണ്. ജാമ്യം കിട്ടാൻ വലിയ പാടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ സത്യഭാമ വക്കീലിനെ കാണാൻ വേണ്ടി ഒന്ന് പോയി. പക്ഷെ ഇത്തരം കേസുകളിലൊന്നും ഇടപെടൂലെന്നാണ് വക്കീൽ പറയുന്നത്. ജോസഫ് സാർ ഒരു കാര്യം ചെയ്യ്, പോലീസിലെ ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമോ നോക്ക്. അല്ലാതെ ഒരു വഴിയില്ല. അയ്യോ, രാഷ്ട്രീയക്കാരൊന്നും ഇടപെടൂലെന്നേ. ഇത് ചുമ്മാ നാണം കെട്ട കേസല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ജോസഫ് സാറിനെ തിരിച്ചു വിളിക്കാം. ഓ ശരി 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 ശരി. ഓ ഓ നമസ്കാരമുണ്ട് സാറേ. സാറിന്ന് കൃത്യസമയത്താണല്ലോ. ഞാൻ എന്നും കൃത്യസമയത്തെ ഇതുവഴി വരൂ എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്താ ഉത്തമന് മാത്രം ഒരു സംശയം? അയ്യോ, സാറിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ മറ്റു പലരുടെയും കാര്യം അങ്ങനെയല്ല. പുറമേ നിന്ന് കാണുന്നത് പോലെ അല്ല പലരുടെ ഉള്ളിലിരിപ്പ്. മനസ്സിലായില്ല. ഇപ്പൊ സാറിന്റെ കാര്യം തന്നെ എടുക്കാം. സാറ് ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണ് എന്ന് നാട്ടുകാർ മുഴുവനും പറയുകയാണ്. അതുപോലെ സാറ് മാന്യനാണ്, ഗാന്ധിയനാണ്, കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, മറ്റു സ്ത്രീകളുമായി അടുപ്പമേ ഇല്ല, എല്ലാം കൊണ്ടും ഒരു പരമയോഗ്യൻ. അതും വാസ്തവമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ കരുതുന്ന പലരും അങ്ങനെയല്ല സാറേ. അയ്യോ, സാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോമ സാറല്ലേ, അങ്ങേരുടെ കാര്യമാണ് പറഞ്ഞത്. സോമൻ സാറിന് എന്ത് പറ്റി? എന്തോന്ന് പറ്റാ സാറേ? പറഞ്ഞു വരുമ്പോ ആളൊരു മാന്യൻ, മര്യാദക്കാരൻ, കള്ളു കുടിക്കൂല, കൈക്കൂലി വാങ്ങൂല, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ വീട്ടില് ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ് സാറേ. അങ്ങേരുടെ ഭാര്യയില്ലേ ഉണ്ണിമായ, അവരൊരു തങ്കപ്പെട്ട സ്ത്രീയാണ്. അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. പുറത്താർക്കും അങ്ങനെ അറിഞ്ഞൂടാ. നാട്ടുകാരുടെ മുമ്പ് വെച്ച് സാറ് ഭാര്യയോട് ഭയങ്കര സ്നേഹം കാണിക്കും. ഉണ്ണിമായ സാറിനോട് ഭയങ്കര അനുസരണയും ഭാവിക്കും. പക്ഷെ മറ്റാരും ഇല്ലാത്ത സമയത്ത് ഭയങ്കര വഴക്കാണെന്ന്. അവരൊരു നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ. സഹിച്ച് മടുത്തപ്പോ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. പോയത് അവരുടെ വീട്ടിലോട്ടാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് സർക്കിൾ ഓഫീസിൽ കയറി സോമ സാറിനെതിരെ പീഡനത്തിന് പരാതിയും കൊടുത്തു. അവരുടെ കയ്യിൽ അത്യാവശ്യത്തിന് തെളിവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ സോമ സാറിനെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. ഓഫീസിൽ നിന്നായിരുന്നു അറസ്റ്റ്. സാറ് ഇപ്പൊ ലോക്കപ്പിലാണ്. നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടാൻ പാടാണെന്നാണ് വക്കീലന്മാരെല്ലാരും പറയുന്നത്. ഉണ്ണിമായ സോമൻ സാറിനെതിരെ കേസ് കൊടുത്തോ? സാറേ, ഇതൊക്കെ പണ്ടത്തെ കാലമല്ലല്ലോ. പെണ്ണുങ്ങൾക്ക് വിവരം ഉണ്ടായി തുടങ്ങിയില്ലേ. അവരോട് മാന്യമായി പെരുമാറിയില്ലെന്നുണ്ടെങ്കിൽ അവരവരുടെ വഴി നോക്കും. ഞാൻ സാറിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. വക്കീലിനെ കണ്ട് കാര്യം പറയാൻ പോയതാ. എന്തിന്? അല്ല, നല്ല വക്കീലല്ലെങ്കിൽ ഉടനെ ഒന്നും സോമ സാറ് പുറത്തിറങ്ങൂലെന്നാണ് കേട്ടത്. നമ്മുടെ സത്യഭാമ വക്കീലാകുമ്പോ വിശ്വസിക്കാമല്ലോ. അപ്പോ ഇക്കാര്യം ഭാമ അറിഞ്ഞോ? പിന്നെ
എല്ലാം ഞാൻ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ഓ എന്നിട്ട് അവളെന്ത് പറഞ്ഞു? കേസ് വാദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇതുപോലത്തെ കേസിൽ ഹാജരാവാൻ വേറെ ആളെ നോക്കാൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്താ സാറേ? എന്നെ പറ്റി വല്ലതും പറഞ്ഞു? സാറിനെ പറ്റിയ എന്ത്? അല്ല, വേറെ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. ഓ ശരി സാറേ. ഇന്ന് എന്റെ കാര്യത്തിനൊരു തീരുമാനമായി. മോനേട്ടാ, എന്തോ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? നമ്മുടെ ഓരോ കണക്കൂടലുകൾ തെറ്റിപ്പോന്ന് പോക്കേ. ഞാൻ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ള നേരാ. സോമൻ സാറിന്റെ വീട്ടിൽ ചെന്നപ്പോ ഉണ്ണിമായ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നതും കണ്ടു. അത് എന്നെ കാണിക്കാനായിരുന്നു ഞാൻ അറിഞ്ഞോ. ഇവരൊക്കെ പുറത്തൊരു സ്വഭാവവും അകത്ത് വേറൊരു സ്വഭാവമായിട്ട് ഇറങ്ങുക. എനിക്കൊന്നും ശീലമില്ല. അതുകൊണ്ടൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി അതിന്റെ പേര് നീ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. മോഹനയുടെ എന്താ പറ്റിയത്? ഉത്തമം വന്ന അക്കാര്യം പറഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷേ ഞാനിപ്പോ മോഹനോട് പറയാൻ വന്ന ആ കാര്യമല്ല. പിന്നെ സഹകരണ ബാങ്കിലെ ചെട്ടി ഇത്തവണ ഉറപ്പായിട്ട് മോഹനോട് കിട്ടുമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നറുക്കെടുപ്പ് എന്തായി? അത് വേറെ ആരോ കൊണ്ടുപോയി. അതാ ഞാൻ പറഞ്ഞത്. അതായിരുന്നു. അത് സാരമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ പൈസക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ കരുതി ഉണ്ണിമായ സോമൻ സാറിനെതിരെ കേസ് കൊടുത്ത കാര്യമായിരിക്കും. ഞാനതൊന്നും കാര്യമാക്കാറില്ല എന്റെ മോഹനേട്ടാ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ എത്ര സ്ത്രീകളെ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു? അതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ. പിന്നെ രാവിലെ ഉണ്ണിമായെ പറ്റി എന്നോട് ഒരുപാട് പോഴ്ത്തി പറഞ്ഞുകൊണ്ട് മോഹനേട്ടൻ അതിനടിയായി പോയി. ഞാൻ ഒരു കാര്യം പറയാൻ നീ കളിയാക്കരുത്. കളിയാക്കലും സത്യം ചെയ്. കളിയാക്കൂല, സത്യം. ഈ ഉണ്ണിമായ മാത്രമല്ല, നാട്ടിലെ മിക്കവാറും പെണ്ണുങ്ങളൊക്കെ പ്രശ്നക്കാരാ. കാഞ്ചനയും പ്രഹ്ലാദനും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഞാൻ പറഞ്ഞില്ലേ. കാഞ്ചന ചപ്പാത്തിക്കോല് വലിച്ചെറിഞ്ഞ് പ്രഹ്ലാദന്റെ തല പൊട്ടിപ്പോയി. സ്വയം പ്രഭയ മോശമൊന്നുമല്ല. ഭർത്താവിനെ വരച്ചവരെ നിർത്തും എന്നാണ് അവൾ പറയുന്നത്. സത്യത്തിൽ അവരെക്കാളൊക്കെ പാവം നീയാ. എങ്ങനെയാണ് മോഹനേട്ടാ? കേട്ടില്ല ശരിക്കും. നീ അങ്ങനെ അഹങ്കാരി ഒന്നല്ല. നീ എന്നെ തോപ്പിക്കാൻ വേണ്ടി വല്ലതൊക്കെ പറയെങ്കിലും നീ ശരിക്കും ഒരു പാവ. ഞാൻ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് സോറി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. രാവിലെ ഉണ്ണിമായി അങ്ങനെ പൂഴ്ത്തി പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. മോഹനയുടെ വേറെ പെണ്ണുങ്ങളെ പറ്റി നല്ലത് പറയുമ്പോ എനിക്കും അസൂയ വരില്ലേ? ഇനി എങ്ങനെ പറയണ്ട കേട്ടോ. അങ്ങനെ പറയാൻ വേറെ നല്ല പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നു. സ്വന്തം ഭാര്യയെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറഞ്ഞ് ശീലിച്ച വില്ലേജ് ഓഫീസർക്ക് മറ്റു പെണ്ണുങ്ങളെ പറ്റി മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. തന്റേടിയാണെങ്കിലും സത്യഭാമ ഒരു നല്ല ഭാര്യയാണെന്ന തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും മോഹനകൃഷ്ണൻ ഉണ്ടായത് നന്നായി. ഈ വിചിത്ര ദമ്പതികൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ച് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു. ഹലോ യൂട്യൂബ്, മൈ നെയിം ഈസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.